നമസ്കാരം. ഗാനസാധന സ്കൂൾ ഓഫ് മ്യൂസിക്കിൻ്റെ ഹാർമോണിയം ക്ലാസ്സിലേക്ക് ഇന്ന് വീണ്ടും ഏവർക്കും സ്വാഗതം. നമ്മൾ മേൽസായി വരിശയുടെ 2 പാഠങ്ങൾ പഠിച്ചു കഴിഞ്ഞു. ഇന്ന് നമുക്ക് മേൽസായി വരിശയുടെ 3ാമത്തെ പാഠം പഠിക്കാം. മായാമളകളിനകത്തിലാണ് ഇത് പഠിക്കുന്നത്. നിങ്ങളുടെ പഠനം നിങ്ങൾക്ക് നല്ല ഫിംഗറിങ്ങൊക്കെ ആയി നല്ല രീതിയിൽ വായിക്കാൻ തുടങ്ങുമ്പോൾ നമുക്ക് രാഗങ്ങൾ മാറ്റി വായിക്കുന്നത് എങ്ങനെയാണെന്നുള്ളത് പറഞ്ഞുതരാം. അപ്പോൾ നമുക്ക് ഈ ആദ്യത്തെ ഈ ബാലപാഠങ്ങൾ ഫിംഗറിങ് നന്നായിട്ട് വരാനുള്ള ബാലപാഠങ്ങളെല്ലാം നമുക്ക് ഈ മായാമള കുളിരാത്തിലാണ്. നമുക്ക് ഏത് രാഗത്തിലും വായിക്കാം, അതിനൊന്നും കുഴപ്പമില്ല. പക്ഷേ മായാമള രാഗത്തിലാണ് ഇപ്പം ഈ ക്ലാസ് എടുത്തുകൊണ്ടിരിക്കുന്നത്. നമുക്ക് വായിക്കാം. മായാമളത്തിൽ ആരോഹണവരോടൊന്ന് വായിക്കാം. സരി ഗമ പദ നി സ സ സ. അത് ധ നി സരി ഗരി സരി. അപ്പോൾ ഈ അടുത്ത പാഠമാണ് ധ നി സരി ഗരി സരി സരി സാ നി ധ പ മ പ. അപ്പോൾ നമ്മൾ ആരോഹണം വായിച്ചിട്ട് സരി ഗ മ പദ നി സ സാ സാ ഇങ്ങനെ ആരോഹണം വായിച്ചു കഴിഞ്ഞു. അത് കഴിഞ്ഞ് ധ നി സരി ഗരി. ഇത് ഗാന്ധാരം. ഇവിടെ ഇത് ഇങ്ങനെയല്ലേ ഗാന്ധാരം, ഇത് തന്നെ. അപ്പോൾ ഇത് കണ്ടോ, ഈ കട്ട ഇത് കണ്ടോ എന്ന് പറഞ്ഞാൽ ഇതുപോലെ തന്നെ ധ നി സരി ഗരി സരി സരി സാ നി ധ പ മ പ. ഈ ഒരു ലൈൻ മാത്രമേ ഇതിനകത്ത് കൂടി വരുന്നുള്ളൂ. ബാക്കിയുള്ളതെല്ലാം നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ച ലൈൻ കയറി വരിക. ഒന്നുകൂടെ നമുക്ക് ധ നി സരി ഗരി സരി സരി സാ നി ധ പ മ പ. ധ നി സരി സാ സരി സാ സരി സാ നി ധ പ മ പ. ധ നി സരി സാ നി ധ പ സാ നി ധ പ മ ഗ രി സ. മനസ്സിലായില്ലേ? ഇനി നമുക്ക് ഒന്നുകൂടെ വായിക്കാം. ഈ ഒരു ലൈൻ മാത്രമേ പുതിയതായിട്ട് കൂടുന്നുള്ളൂ. ബാക്കിയുള്ളതെല്ലാം നമ്മൾ ആദ്യം പഠിച്ച് ഇറങ്ങി വരുക. ധ നി സരി ഗരി സരി സരി സാ നി ധ പ മ
അപ്പോൾ ഈ ഒരൊറ്റ ലൈനെ അഡീഷണലായിട്ട് നമ്മൾ പഠിക്കുന്നുള്ളൂ ഈ ഒരു പാഠത്തിൽ. ബാക്കിയുള്ളതെല്ലാം നമ്മൾ ആദ്യം പഠിച്ചത് പിന്നെ റിപ്പീറ്റ് ചെയ്യുക കേട്ടോ. അപ്പോൾ ഇത്രയും നിങ്ങളൊന്ന് നോക്കുക, വായിച്ച് നോക്കുക. ഒപ്പം നിങ്ങൾക്ക് പാടുകയും ചെയ്യാം. പാടി കഴിയുമ്പോൾ നിങ്ങൾക്ക് പാടാനുള്ള ഒരു കഴിവും കൂടെ ഉണ്ടെങ്കിൽ അത് നന്നായിട്ട് നിങ്ങൾക്ക് പാടാൻ സാധിക്കും. നമുക്കിതിൻ്റെ ബാക്കി അടുത്ത ക്ലാസ് നമുക്ക് അടുത്ത വീഡിയോയിൽ നമുക്ക് പഠിക്കാം. അതുവരെ നിങ്ങൾ നന്നായിട്ട് പ്രാക്ടീസ് ചെയ്യുക. വീണ്ടും കാണുന്നതിന് വരെ നന്ദി, നമസ്കാരം.